ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 30 വാമനാവതാരം. ശ്ലോകം 1. ശക്രേണ സംയതിഹതോ ബിബലിർമഹാത്മാ ശുക്രേണ ജീവിതതനുകൃതിവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീന സുരാന്ത്രലോകീം ചക്രേ വശേ സതവചക്ര മുഖാദഭീതഃ. പദം. ശക്രേണ സംയതി ഹതഃ അപി ബലിഃ മഹാത്മാ ശുക്രേണ ജീവിതതനുഃ ക്രതുവർദ്ധിത ഊഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സഹ തവ ചക്രമുഖാത് അഭീതഃ. അർത്ഥം: യുദ്ധത്തിൽ ഇന്ദ്രൻ വധിച്ചുവെങ്കിലും ശുക്രാചാര്യനാൽ സജീവനീ മന്ത്രം ഉപയോഗിച്ച് ജീവിക്കപ്പെട്ട മഹാപുരുഷനായ ബലി യാഗം ചെയ്ത് വർദ്ധിപ്പിച്ച ശക്തിയോടെ പരാക്രമിയായി തീരുകയും അങ്ങയുടെ ചക്രായുധത്തെപ്പോലും ഭയപ്പെടാതെ യുദ്ധം തുടങ്ങുകയും ചെയ്തു. ദേവന്മാരെല്ലാം ഭയന്നോടിയ 3 ലോകങ്ങളെയും ബലി തൻ്റെ വശത്താക്കി. ശ്ലോകം 2. പുത്രാർത്തിദർശനവശാദതിർവിഷണ്ണ തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തതുദിതം ഹി ഭയോ വ്രതാഖ്യാം സാദ്വാദശാഹമചരത്വയി സ്വക്തിപൂർണ. പദം. പുത്ര ആർത്തിദർശനവശാത് അതിഥി വിഷണ്ണ തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തത് ഉദിതം ഹി പയോ വ്രത ആഖ്യം സാ ദ്വാദശ അഹം അചരത്വയി ഭക്തി പൂർണ. അർത്ഥം: പുത്രൻ്റെ ദുഃഖം കാണുകയാൽ വ്യസനം പൂണ്ട ഇന്ദ്രമാതാവായ അതിഥി ദേവി സ്വഭർത്താവായ കാശ്യപനെ ശരണം പ്രാപിച്ചു. കാശ്യപൻ്റെ ഉപദേശ നിമിത്തം ദേവി അങ്ങയുടെ ഉപാസനയിൽ അധിഷ്ഠിതമായ 12 ദിവസത്തെ പയോവ്രതം ഭക്തിപൂർവം അനുഷ്ഠിച്ചു. ശ്ലോകം 3. തസ്യാവതൗ ത്വയി നിലീനമതേരമൂഷ്യ ശ്യാമച്ചതുർഭുജവപു സ്വയമാവിരാസീഃ നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലവന്നയാസി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം. തസ്യ അവധൗ ത്വയി നിലീനമതേഹ അമുഷ്യ ശ്യാമ ചതുർഭുജവപുഃ സ്വയം ആവിരാസീഃ നമ്രാ ച താം ഇഹ ഭവത്തനേഹ ഭവേയം ഗോപ്യം മദീക്ഷണം ഇതി പ്രലപൻ അയാസി. അർത്ഥം: വ്രതാവസാനത്തിൽ അങ്ങയിൽ ജയിച്ച മനസ്സോടെ സ്ഥിതി ചെയ്യുന്ന അതിഥി ദേവിക്ക് ശ്യാമളവർണ്ണത്തോടും ചതുർഭുജങ്ങളോടും കൂടിയ അങ്ങയുടെ പവിത്ര ശരീരം പ്രത്യക്ഷമായി. അങ്ങയെ നമസ്കരിച്ചു. അവരോട്, ഞാൻ താമസിയാതെ ഭവതിയുടെ പുത്രനായി ജനിക്കുന്നതാണ്, എന്നെ ദർശിച്ച വിവരം രഹസ്യമായി വയ്ക്കണം എന്ന് പറഞ്ഞ് അങ്ങ് മറയുകയും ചെയ്തു. ശ്ലോകം 4. ത്വം കാശ്യപേ തപസി സന്നിധതത്തദാനീം പ്രാപ്തോസി ഗർഭമതിദേ പ്രണുതോ വിധാത്ര പ്രാസൂത ച പ്രകടവൈഷ്ണവ ദിവ്യരൂപം സ്വാദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം. ത്വം കാശ്യപേ തപസി സന്നിധതത് തദാനീം പ്രാപ്തഃ അസി ഗർഭം അതിദേഹ പ്രണുതഃ വിധാത്ര പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സ്വാദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. അർത്ഥം: അനന്തരം അങ്ങ് കാശ്യപൻ്റെ താപസപ്രഭാവത്തിൽ കലർന്നു ബ്രഹ്മദേവനാൽ സ്തുതിക്കപ്പെട്ട അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. ആ ദേവി ദ്വാദശിയും തിരുവോണവും ചേർന്ന പുണ്യനക്ഷത്രത്തിൽ വിഷ്ണുവിൻ്റെ ദിവ്യരൂപം പ്രകടമായി വിളങ്ങുന്ന അങ്ങയെ പ്രസവിച്ചു. ശ്ലോകം 5.
പുണ്യാശ്രമം തമിഴ്വർഷതി പുഷ്പവർഷൈ ഹർഷാകുലേ സുരകുലേ കൃതതുര്യഘോഷേ ബദ്ധാഞ്ജലിം ജയ ജയേതിനുത പിതർഭ്യാം ത്വം തക്ഷണേ പടുതമം വടിരൂപമാഥ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം: പുണ്യ ആശ്രമം തം അഭിവർഷതി പുഷ്പവർഷൈ ഹർഷ ആകുലേ സുരകുലേ കൃതതുര്യഘോഷേ ബദ്ധ്വാ അഞ്ജലിം ജയ ജയ ഇതി നുത പിതൃഭ്യാം ത്വം തക്ഷണേ പടുതമം വടുരൂപം ആദാഹ. അർത്ഥം: ആഹ്ലാദപരവശരായ ദേവഗണങ്ങൾ വാദ്യഘോഷങ്ങളോടെ ആ പുണ്യാശ്രമത്തിൽ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കെ, അഞ്ജലീബദ്ധരായ മാതാപിതാക്കൾ ജയ ജയസ്തുതി പാടിക്കൊണ്ടിരിക്കെ അങ്ങ് പെട്ടെന്ന് സുന്ദരനായ ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ചു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.